നമ്മുടെ ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ട് പിന്നാലെ ആദ്യം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് LDF. ഒട്ടും സമയം കളയാതെ പരസ്യപ്രചാരണത്തിലേക്ക് സ്ഥാനാർത്ഥികളെ എല്ലാവരും കടക്കുകയും ചെയ്തു. എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രതീക്ഷിച്ചതിലും വേഗത്തിലായി എന്നാണ് UDFന്റെ പ്രതിരോധം. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടാകുമെന്ന സൂചനയുണ്ട്. സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ചത് ആർക്ക് ഗുണം ചെയ്യുമെന്നാണ് ഇന്ന് ന്യൂസ് ആംഗിൾ പരിശോധിക്കുന്നത്. ആദ്യ ലാപ്പിൽ ആർക്കായിരിക്കും നേട്ടമെന്ന് ബിനിൽ ലീല സാബു വിശകലനം ചെയ്യും. ബിനിൽ, ഗുഡ് മോർണിംഗ്. ഞാൻ ആവർത്തിക്കുന്നില്ല, ഈ സ്ഥാനാർത്ഥി പട്ടിക ആദ്യം പ്രഖ്യാപിച്ചത് CPIM-ഉം ഇടതുമുന്നണിയും CPI-യും ഒക്കെ തന്നെയാണ്. ഈ 2016 LDF വരും, എല്ലാം ശരിയാകുമെന്നായിരുന്നു. 2021 ആയപ്പോൾ അത് ഉറപ്പാണ് LDF എന്നായി. പിന്നെ ഇപ്പോൾ 2026 വരുമ്പോൾ മറ്റാരുണ്ട് LDF അല്ലാതെ? ഇങ്ങനെയുള്ള പ്രചാരണ ഒരു മുദ്രാവാക്യവുമായി മുന്നോട്ട് പോവുകയാണ് ഇടതുമുന്നണി. ഇപ്പം നിലവിൽ ഇന്നലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ നടത്തിയതിന് പിന്നാലെ തന്നെ പലയിടങ്ങളിലും സ്ഥാനാർത്ഥികളൊക്കെ പരസ്യ പ്രചാരണത്തിന് രംഗത്ത് വരികയും ഗംഭീര റോഡ് ഷോകളടക്കം രാത്രി വൈകി നടത്തുകയും ചെയ്തു. ഈ UDFിലേക്ക് നമ്മൾ വന്നാൽ അവിടെ വിസ്മയങ്ങൾ ഉണ്ടായി, അതിനൊപ്പം തന്നെ പടലപ്പിണക്കങ്ങൾ ഉണ്ടായി. പക്ഷേ അതിനെ ഒന്നും പറഞ്ഞു തീർത്ത് ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് തയ്യാറാക്കാൻ അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനത്തിലേക്ക് പോകാൻ ഇനിയും മുന്നണിക്ക് കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒരു ഘട്ടം ഇന്നുണ്ടായേക്കുമെന്ന് പറയപ്പെടുന്നു. അപ്പോഴും പിണക്കങ്ങളും പരിഭവങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഈ CPM-നെ സംബന്ധിച്ചും ഇടതുമുന്നണിയെ സംബന്ധിച്ചുമാണെങ്കിൽ അവരുടെ സിറ്റിംഗ് MLA-മാർ അടക്കം പോയൊരു ഘട്ടം കൂടിയുണ്ട്. ഇപ്പം 4 പേർ UDFന്, 2 പേര് സ്വതന്ത്രനാണെങ്കിൽ കൂടി അവർക്കും UDFന്റെ പിന്തുണ കിട്ടിയേക്കാം എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ 4 പേർ സിറ്റിംഗ് MLA-മാരായിരുന്ന, ഈ നേരത്തെ MLA-മാരായിരുന്ന 4 പേരാണ് ഇടതുമുന്നണി വിട്ട് കോൺഗ്രസിലേക്ക് ചേർന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് UDFിലേക്ക് പോയത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സാധാരണ 4 പേരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഘടകകക്ഷി എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തണം. അങ്ങനെ ഒരു ഘടകകക്ഷി പരിവേഷത്തിലൊക്കെ ഇടതുമുന്നണിയിലെ നേതാക്കളൊക്കെയും UDFിനൊപ്പം ചേർന്ന ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്. ഇപ്പം നേരത്തെ പ്രഖ്യാപനമൊക്കെ നടത്തി സ്ഥാനാർത്ഥികളൊക്കെ പരസ്യപ്രചാരണത്തിൽ ഇറങ്ങിയത് കൊണ്ട് അത് ഇടതുമുന്നണിക്ക് ഗുണം ചെയ്യുമെന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുമോ? UDFിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് ദോഷം ചെയ്യുമെന്നും ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുമോ ബിനിൽ? സേതു, ഈ ആദ്യഘട്ട പ്രഖ്യാപനം നടത്തുകയും പ്രചാരണത്തിലേക്ക് കടക്കുകയും ചെയ്തത് LDFന് ഗുണം തന്നെയാണ്. അത് ഇന്ന് തന്നെ, അതായത് ഇന്നലെ സ്ഥാനാർത്ഥികളെ CPI-യും CPM-ഉം പ്രഖ്യാപിച്ചു. ആ സ്ഥാനാർത്ഥികൾ ഇന്നലെ റോഡ് ഷോ അടക്കം നടത്തി വലിയ മുന്നേറ്റം കാഴ്ചവെക്കുകയും ചെയ്തു. അത് അവർക്ക് ഗുണകരം തന്നെയാണ്. പക്ഷേ ഈ പ്രചാരണ ചൂടിലേക്ക് വരുമ്പോൾ അത് UDFനും ഗുണകരം ആകുമെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ പറയുന്ന LDFിൽ നിന്നും വിട്ടുപോകുന്ന, CPM-ൽ നിന്ന് വിട്ടുപോകുന്ന ആളുകൾ, അതോടൊപ്പം തന്നെ അത്തരം സ്വതന്ത്രമായി മത്സരിക്കുന്ന ആൾക്ക് പിന്തുണ നൽകിയാൽ അത് വലിയ തിരിച്ചടി LDFന് ഉണ്ടാക്കുമെന്നാണ് UDF കണക്കുകൂട്ടുന്നത്. ഈ സ്ഥാനാർത്ഥി പട്ടിക എന്തായാലും ഇനിയും അധികം വൈകില്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഇന്നിപ്പോൾ ഡൽഹിയിൽ നിർണായക കൂടിക്കാഴ്ചയുണ്ട്. ഇന്ന് തന്നെ ഒരു പട്ടിക വരും എന്നാണ് മനസ്സിലാക്കുന്നത്. ഘട്ടം ഘട്ടമായി പ്രഖ്യാപിക്കും എന്നാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. അങ്ങനെ തന്നെയായിരിക്കും. ആദ്യഘട്ട പട്ടിക ഇന്ന് തന്നെ വരും. മറ്റൊരു കാര്യം, ഇന്നലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പ്രചാരണം തുടങ്ങിയപ്പോൾ ഇന്നിപ്പോൾ പത്രങ്ങളുടെ 1-ാം പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ UDFന്റെ പരസ്യമാണുള്ളത്. അവരുടെ പ്രചാരണവും അങ്ങനെ ഔദ്യോഗികമായി ആരംഭിച്ചിരിക്കുകയാണ്. ഈ സ്ഥാനാർത്ഥി പട്ടിക വരാൻ മാത്രമാണ് ബാക്കി. ഈ ഘടകകക്ഷികളുടെ ഒക്കെ ചർച്ചകളൊക്കെ ഏകദേശം പൂർത്തിയായി വരികയാണ്. കേരള കോൺഗ്രസുമായുള്ള ചർച്ചയാണ് ഇനി അവസാന ഘട്ടത്തിൽ ബാക്കിയുള്ളത്. അതും ഇന്ന് തന്നെ അടുത്ത ദിവസങ്ങളിൽ പൂർത്തിയാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും തുടക്കത്തിൽ LDFന് ഈ സ്ഥാനാർത്ഥികളെ ആദ്യം പ്രഖ്യാപിച്ചത് ഗുണകരമാണ്. പക്ഷേ പ്രചാരണ ചൂടിലേക്ക് വരുമ്പോൾ UDFും സമാനമായ ഒരു സ്ഥിതിയിലേക്ക് വരും. അങ്ങനെ പ്രചാരണ ചൂടിലേക്ക് വരുമ്പോൾ ഇരുവരും ഒപ്പത്തിനൊപ്പം മുന്നോട്ട് പോകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നേരത്തെ സേതു പറഞ്ഞതുപോലെ ഈ LDFിൽ നിന്നും പിണങ്ങി പോകുന്ന ആളുകൾ, അല്ലെങ്കിൽ അവിടെ കലാപക്കൊടി അഴിച്ചുവിട്ട് പോകുന്ന ആളുകളെ UDF പിന്തുണച്ചാൽ അത് ഗുണകരമാകും എന്നാണ് വിലയിരുത്തൽ. മാത്രമല്ല, സംസ്ഥാനത്ത് ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് UDF പറയുന്നു. അതോടൊപ്പം തന്നെ അവർ പറയുന്ന ഒരു കാര്യം, ഈ പ്രഖ്യാപിക്കുമെന്ന് തീയതി പ്രഖ്യാപിക്കുമെന്ന് അറിയാമായിരുന്നെങ്കിലും അത് തെരഞ്ഞെടുപ്പ് കുറച്ച് നേരത്തെ ആയിപ്പോയി, പ്രതീക്ഷിച്ച തീയതിയല്ല വന്നത്. അതുകൊണ്ടാണ് സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നത് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഒരു കാര്യം, ഇപ്പോഴും ചില തർക്കങ്ങളൊക്കെ കോൺഗ്രസിൽ ഉണ്ട് എന്നുള്ളതാണ്. അത് പരിഹരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് നേതാക്കളുള്ളത്. അതിന് ചർച്ചകളാണ് ഇന്ന് ഡൽഹിയിൽ നടക്കുക. എന്തായാലും ഇന്നൊരു സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാകും. അതിനുശേഷം തന്നെ പട്ടിക പ്രഖ്യാപിച്ചാൽ തന്നെ പ്രചാരണത്തിലേക്ക് ഇറങ്ങാൻ തന്നെയാണ് UDF തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ എന്തായാലും ഈ ഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതും പ്രചാരണത്തിനിറങ്ങിയതും LDFന് ഗുണകരം തന്നെയാണ്. ഓക്കെ ബിനിൽ.